ആമഴിഞ്ചത്തോടും മാരായമുട്ടം സ്വദേശി ജോയിയെ ഒരുപക്ഷെ മലയാളികൾ ആരും തന്നെ മറക്കാനിടയില്ല. ജൂലൈ മാസം 13 തിരുവനന്തപുരം ആമഴിഞ്ചം തോട് ശുചീകരിക്കാനായി ജോയിയും മറ്റു 3 ശുചീകരണ തൊഴിലാളികളും ശുചീകരിക്കാനായി തോട്ടിലിറങ്ങുന്നത്. മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് 2 ദിവസത്തിന് ശേഷമാണ് ജോയിയെ തകരപ്പറമ്പിന് സമീപം നിന്ന് കണ്ടെത്തുന്നത്. 2024 ജൂലൈ മാസം 13 അമ്മയോട് യാത്ര പറഞ്ഞ് ജോയി തിരുവനന്തപുരത്ത് ജോലിക്കായി പോയത്. വൈകുന്നേരം 4 മണിക്ക് തിരിച്ചെത്താമെന്നും പറഞ്ഞു. എന്നാൽ രാത്രിയായിട്ടും മകനെ കണ്ടില്ല. ഒടുവിൽ സമീപവാസികൾ പറഞ്ഞാണ് ശുചീകരണത്തിനിടയിൽ ജോയിയെ കാണാനില്ലെന്ന സംഭവം അറിയുന്നത്. കേരളം ഉറങ്ങാതെ കാത്തിരുന്നു. ജോയിക്കായി സർക്കാർ, കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒത്തൊരുമിച്ച് പരിശ്രമിച്ചു. എന്നാൽ 2ാം നാൾ ആമഴിഞ്ചം തോടിന് 1 കിലോമീറ്റർ അകന്ന തണുത്തുമരവിച്ച ശരീരവുമായി ജോയിയെ കണ്ടെത്തി. തണുത്തുമരവിച്ച ശരീരവുമായി മാരായമുട്ടത്തെ വീട്ടിലെത്തിയ ഭരണാധികാരികളും ജനപ്രതിനിധികളും ജോയിയുടെ പൊട്ടിപ്പൊളിഞ്ഞ വീട് കാണുന്നത്. അമ്മയോട് എന്നും പറയുമായിരുന്നത്രേ, റോഡ് വശത്ത് നല്ലൊരു വീട്ടിൽ അമ്മയെ പാർപ്പിക്കുമെന്ന്. എന്നാൽ റോഡ് വശത്ത് അമ്മയ്ക്ക് വീടൊരുങ്ങിയപ്പോൾ മകൻ ഇല്ല എന്ന വിഷമം മാത്രമാണ് അമ്മയ്ക്ക് പറയാനുമുള്ളത്. അവൻ മരിച്ചതിന് ശേഷം എനിക്കൊരു നല്ല ഭവനം പണിതു തന്നു. അവൻ തന്നെ മുൻപേ പറയുമായിരുന്നു, അമ്മയ്ക്ക് റോഡിൻ്റെ കരയിൽ ഒരു ഭവനം വീട് വെച്ച് തരും, അമ്മ ഇനി മലയിൽ കയറണ്ടെന്ന് പലവട്ടം പറയുമായിരുന്നു. എന്നാൽ അവൻ അവനിൽ കൂടെ തന്നെ വലിയൊരു ഭവനം എനിക്ക് നല്ല രീതിയിൽ പണിത് കിട്ടി. പണിത് തന്ന മേയറിനും മന്ത്രിക്കും MLAയ്ക്കും ഗവർണറും ജില്ലാ പ്രസിഡന്റിനും ജില്ലാ മെമ്പർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഫയർഫോഴ്സുകാർക്കും ഒരുപാട് നന്ദി പറയുന്നു. എന്നാൽ പണിത കോൺട്രാക്ടർ തന്നെ നല്ല രീതിയിൽ നിന്ന് ആത്മാർത്ഥമായി നല്ലൊരു ഭവനം എനിക്ക് പണിത് തന്നു. എന്നാൽ ഭവനം കിട്ടി സന്തോഷമുണ്ട് എങ്കിലും തീരാത്ത ദുഃഖമാണ് ഇപ്പോഴും. ആ ദുഃഖം ജീവൻ പോകുന്നതുവരെയും ആ ദുഃഖം എന്നെ വിട്ട് മാറുകയില്ല. എന്തായാലും ജോയി അമ്മയ്ക്ക് കൊടുത്ത വാക്കായിരുന്നു റോഡ് വശത്ത് ഇത്തരത്തിലുള്ളൊരു വീട്. അത് ജോയിയുടെ മരണശേഷം സർക്കാർ നൽകിയ ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ അമ്മയുള്ളത്. ജോയിയുടെ അമ്മയ്ക്കിനി അടച്ചുറപ്പുള്ള വീട്ടിൽ തല ചായ്ക്കാം. മെൽഹിക്കായി കോർപ്പറേഷൻ ഒരുക്കിയ പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശനമാണ് വൈകിട്ട് 5 മണിക്ക് നടന്നത്. മന്ത്രി MB രാജേഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മാരായമുട്ടം കോണത്തുവിളാകത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചോർന്നൊലിക്കുന്ന ഒറ്റമുറി വീട്ടിലായിരുന്നു മെൽഹിയുടെയും ജോയിയുടെയും വാസം. ജോയി മരിച്ചതോടെ അമ്മ ഒറ്റയ്ക്കായി. ഇതോടെ അമ്മയെ പുനരധിവസിപ്പിക്കുമെന്ന കോർപ്പറേഷനും വ്യക്തമാക്കിയിരുന്നു. അതാണിപ്പോൾ യാഥാർത്ഥ്യത്തിലെത്തിയത്. എല്ലാം ഏറെ വേദനിപ്പിച്ച ഒരു ദുരന്തമായിരുന്നു ജോയിയുടെ. അന്ന് തന്നെ കോർപ്പറേഷൻ പ്രഖ്യാപിച്ചതാണ് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. പ്രഖ്യാപനങ്ങൾ പലരും കേട്ടിട്ടുള്ള ചരിത്രം നമുക്കുണ്ട്. പലരും പ്രഖ്യാപനത്തോടെ അത് മറക്കലാണ് പതിവ്. പക്ഷെ ഇവിടെ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും വളരെ വേഗത്തിൽ തന്നെ നടപടികൾ സ്വീകരിച്ചു. ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻകൈ എടുത്ത്, അതുപോലെ MLA രണ്ടുപേരും മുൻകൈ എടുത്താണ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് സ്ഥലം വാങ്ങിക്കൊടുത്തത്. ആ സ്ഥലത്ത് കോർപ്പറേഷൻ മേയറുടെ മുൻകൈയിലാണ് തീരുമാനമെടുത്ത് നടപടികൾ അതിവേഗത്തിലാക്കി. മാർച്ച് 26 ഞങ്ങൾ എല്ലാവരും കൂടി ഇതുപോലെ വന്ന് ഈ വർഷം മാർച്ച് 26 തറക്കല്ലിട്ടത്. 200 ദിവസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാക്കി. അപ്പോൾ കൊടുത്ത ഒരു വാക്ക് സമയത്ത് പാലിച്ചു എന്നുള്ളത് അഭിമാനകരമാണ്. ഇതുകൊണ്ട് ഇപ്പോൾ ജോയിയുടെ നഷ്ടം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നു. ജോയിയുടെ അമ്മ അനാഥമാവില്ല. മകൻ നഷ്ടപ്പെട്ട ഒരമ്മ
അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഒരു വലിയ മാരകമായ വിപത്തിൽ പെട്ടുപോയി മരണപ്പെട്ട ഒരു യുവാവ് എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിനെ ചേർത്ത് നിർത്താനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ നമുക്ക് സമൂഹത്തോടൊപ്പം നിർത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അതിന് പരിശ്രമിച്ച നമ്മുടെ സർക്കാരായാലും ശരി, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്താണ് 5 ലക്ഷം രൂപ ചിലവാക്കി വസ്തു വാങ്ങിക്കൊടുത്തത്. അവിടെ കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് കോർപ്പറേഷൻ വീട് വാങ്ങി കൊടുക്കുകയും ചെയ്തു. ഏതാണ്ട് 650 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു വീടാണ് അമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. അമ്മയ്ക്ക് മകൻ നഷ്ടപ്പെട്ടെങ്കിലും സമൂഹവുമായി, അതുമാത്രമല്ല ഈ ചുറ്റുപാടുള്ള എല്ലാവരും അമ്മയോടൊപ്പം ഉണ്ടെന്ന് തെളിയിക്കുവാൻ കഴിഞ്ഞൊരു മുഹൂർത്തം കൂടിയാണ്.